ഉമ്മ നമസ്കാരം. നമസ്കാരം. ഇപ്പം ഉമ്മ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഉമ്മക്ക് മുമ്പ് വന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എൻ്റെ കുറച്ച് ഓർമ്മയുണ്ട്. ഉണ്ട്. അത് വന്ന് എന്തിനാണെന്നറിയാവോ? അത് ഇങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ ഡയറക്ടറായിരുന്ന ജി ശങ്കരപ്പിള്ള സാറിൻ്റെ അനുസ്മരണാർത്ഥം നടത്തുന്ന ഒരു ലെക്ചർ, ഒരു ടോക്കിനാണ് വന്നത്. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഉമ്മ ഇവിടെ വന്നിരുന്നത്. ഇപ്പം വീണ്ടും ഒരു 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉമ്മ വരികയാണ്. ഉമ്മക്ക് എന്ത് തോന്നുന്നു ഈ രണ്ടാമത്തെ പ്രാവശ്യവും സ്കൂൾ ഓഫ് ഡ്രാമയിൽ വരുമ്പോൾ? എനിക്ക് സന്തോഷമാണ് തോന്നിയത്. നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രാവശ്യം എന്നെ വിളിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടായല്ലോ, അതിൽ ഞാൻ അഭിമാനിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. ഒരു നാടക നടി എന്നതുകൊണ്ട് ആണ് ഞങ്ങളിവിടെ വിളിക്കുന്നത്. ഞങ്ങൾ നാടകക്കാരാണ്. അപ്പം ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നാടകക്കാരിയായി ഞങ്ങൾ കാണുന്ന ഉമ്മ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ഒരു ഉമ്മ, ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ ഉമ്മ ഞങ്ങളോടൊപ്പം ഉള്ളതിൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു സന്തോഷം ആദ്യമേ തന്നെ ഉമ്മയെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഉമ്മ പറയും, ഉമ്മയുടെ കുറേ ചരിത്രം പുസ്തകത്തിൽ വന്നിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ വായിച്ചു. അതിനപ്പുറം ഉമ്മ ഈ 90ാമത്തെ വയസ്സിൽ കടക്കാൻ പോകുന്ന ഉമ്മാക്ക് ഈ പിൻകാലങ്ങളിൽ നിന്ന് നോക്കുമ്പം ഇപ്പോഴ് നാടകത്തിൻ്റെ വളർച്ച എങ്ങനെയാണ്, അതിലുള്ള സ്ത്രീ പ്രാതിനിധ്യം എങ്ങനെ ഉമ്മാക്ക് തോന്നുന്നു? പക്ഷേ ഇപ്പം നാടകമേ ഇല്ല, നാടകം കേൾക്കുന്നേ ഇല്ല. പിന്നെ എന്താ ഞാൻ അതിൻ്റെ ഉത്തരം പറയേണ്ടത്? അപ്പോൾ ഈ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തിയാണ്, മനുഷ്യനെ നല്ല ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന വലിയൊരു പാതയാണ് നാടകം. ആ നാടകം ഇന്ന് ആളുകളൊക്കെ ഇപ്പം സിനിമേൻ്റെ പിന്നിലാണ് പോകുന്നത്. സിനിമയിൽ പോയിട്ട് അവിടെ പിന്നെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷേ അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾക്ക് വളർന്നു വരുന്ന യുവതലമുറ നമ്മളുടെ പിൻഗാമികളായിട്ട് വരുമ്പോൾ അതിനുള്ള ഒരു നല്ല ഒരു നേതൃത്വമാണ് വേണ്ടത്. ഇത് ആ നേതൃത്വങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം അതാരാ, അതേതോ എന്നോ ഒരു നാടകം കളിച്ച് പറഞ്ഞിട്ട് അതിനെ ഇപ്പോൾ തലയിലേറ്റി കിടക്കുക എന്നുള്ളൊരു ബോധമാണ് അവർക്ക്. അപ്പോൾ അതല്ല വേണ്ടത്. നമ്മൾ ആ കാലഘട്ടം ആലോചിക്കണം. അതും മുസ്ലിം സമുദായത്തിൽ വന്നിട്ടുള്ള ഒരേ ഒരു നടിയാണ് ഞാൻ. പിന്നീട് ഒരുപാട് നടികൾ എൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഈ സീനത്ത്, അബ്സത്ത്, പിന്നെ അതും എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ആളുകൾ അധികം വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പം സിനിമയെ കുറ്റപ്പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വേദനയാണ് തോന്നുന്നത്. അത് ഒരു കലാബോധം അവരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോവുകയാണ്. അവർ മറ്റെന്തിനോ വന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അതങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. ഞാനതല്ല, ഞാൻ ഒരു നടിയാണ്, ഒരു നാടക നടിയാണ്. അപ്പം ആ കലാബോധമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ. ഉമ്മ പറഞ്ഞല്ലോ ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാരും ഹഫ്സത്ത്, സീനത്ത് തുടങ്ങിയ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഉമ്മ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മുസ്ലിം സമൂഹവും ഉമ്മയുടെ ബന്ധുക്കളും നീ നാടകത്തിൽ അഭിനയിച്ചാൽ നീ നരകത്തിലേക്ക് പോകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായി വന്നവർക്കും ഈ അനുഭവം തന്നെയാണല്ലോ ഉണ്ടായിരിക്കുക. അപ്പം എങ്ങനെയാണ് ഉമ്മയുടെ കുടുംബം ഇതിനെ അംഗീകരിച്ചത്? എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ ജ്യേഷ്ഠൻ മാനു മുഹമ്മദാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവന്നത്. ആ കാലഘട്ടങ്ങളിൽ ആരും നാടകം കളിക്കില്ല. പക്ഷേ ഞങ്ങളെ വീട്ടിൽ പിന്നെ ഞങ്ങളുടെ വേലക്കാരുണ്ട്. അവർ മുസ്ലിം സ്ത്രീകൾ കെസ് പാട്ട് പാടും. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഉമ്മ പറയും, നിങ്ങളിലുള്ള കല നിങ്ങൾ എൻ്റെ കുട്ടികൾക്ക് കേൾപ്പിക്കും. അപ്പം അവർ കെസ് പാട്ട് പാടും. അപ്പം ഞങ്ങളത് ഹൃദിസ്ഥമാക്കും. പിന്നെ ഹരിജൻസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടി മനസ്സിലാക്കി ഈ കെസ് പാട്ട് എന്താണെന്നൊന്ന് പറയാവോ? കെസ് പാട്ടോ? അത് കാലച്ചെറുപ്പത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ
ഒരു പെണ്ണായ കാലത്ത് കെട്ടി കൂടെ നിർത്തിയേ. ഉണ്ടായ മാരൻ മരിച്ചു പോകും സമയത്ത് അവരെ ഉന്മേഷക്കൈ എടുത്തു വെച്ചെൻ്റെ മറത്ത്. കണ്ടോലെ കൊള്ളത് തീറ്റിക്കല്ലേ പടച്ചോനെ, പരഞ്ഞു കരയും ഇടയ്ക്ക് റൂഹും പിരിഞ്ഞാനേ. പിരിഞ്ഞെൻ്റെ മണിമാരൻ മരിച്ചു പോയി, പിറകെ ആസറത്തും കാത്തിരിപ്പിലായി. ഇടയ്ക്കിടെ പല കെട്ടും വരുന്നു പിന്നെ, എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളാണ് ഈ കെസ് പാട്ടുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അത് കെട്ടി പാടുക എന്നുള്ളതാണ്. ഓക്കെ. ഉമ്മ 1950 മുതൽ 1971 വരെ നാടകത്തിൽ കളിച്ച് വളർന്ന ഒരാളാണ്. ആ നിലയ്ക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 വർഷത്തോളം ഉമ്മ നാടകത്തിൽ തന്നെ ആയിരുന്നു. ഉമ്മ പറയുന്നുണ്ട്, ഞാനൊരു ചില്ലിക്കാശ് പോലും വാങ്ങിച്ചിട്ടില്ല ഒരു നാടകത്തിൽ നിന്നും എന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയുടെ നാടകത്തോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഉമ്മ ചില്ലിക്കാശ് വാങ്ങിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോഴും പറയുന്നുണ്ട്, ദാരിദ്ര്യം കൊണ്ട് നാടകം അഭിനയിക്കുമ്പോൾ പോലും ഉമ്മ പൈസ മേടിക്കുന്നില്ല. അങ്ങനെയായിരുന്നു ഞങ്ങൾ. അതൊന്ന് കാരണം ഞങ്ങൾ ഒരു നല്ല റിച്ച് ഫാമിലിയിലായിരുന്നു. ബാപ്പയുടെ മരണത്തോടു കൂടെ എൻ്റെ വീട്ടിൽ 2 ആന ഉണ്ടായിരുന്നു, ഒരുപാട് ഹരിജൻസ് ഉണ്ടായിരുന്നു, വേലക്കാർ ഒരുപാടുണ്ടായിരുന്നു. അവരുടെ പാട്ടുകൾ കേട്ടതാണ് ഞങ്ങൾ. ഈ പാട്ടുകൾ കേട്ടിട്ട് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഞങ്ങളുടെ മനസ്സിൽ. ഇത് ഇപ്പം ഹരിജനാണെങ്കിൽ അവർ കുഞ്ഞാനും കുഞ്ഞാളും വെള്ളത്തിനു വിട്ടേ, ഇതെന്തേ ഏലിത്തേരെ നേരം വയ്ക്കിയതേ, ചെങ്കല്ലരച്ചിട്ടും വെള്ളം കരങ്ങിയിട്ടും വെള്ളം തേളിയോളം നിന്നതാണേ, ചവിട്ടലിയ. അതിങ്ങനെ കേൾക്കുമ്പോൾ അത് ഇത് ഹൃദിസ്ഥമാക്കുക. പിന്നെ മറ്റുള്ളവരുടെയൊക്കെ കേൾക്കുന്നത്, കാലച്ചെറുപ്പത്തിൽ തീറ്റി പോറ്റി വളർത്തിയേ, ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിർത്തിയേ, ഉണ്ടായ മാരൻ മരിച്ചു പോകും സമയത്ത് അവരെ ഉന്മേഷക്കൈ എടുത്തു വെച്ചെൻ്റെ മറത്ത്. കണ്ടോലെ കൊള്ളത് തീറ്റിക്കല്ലേ പടച്ചോനെ, പറഞ്ഞ് കരയും ഇടയ്ക്ക് റൂഹും പിരിഞ്ഞാനേ. പിരിഞ്ഞെൻ്റെ മണിമാരൻ മരിച്ചു പോയി, പിറകെ ആസറത്തും കാത്തിരിപ്പിലായി. ഇടയ്ക്കിടെ പല കെട്ടും വരുന്നു തന്നെ, എനിക്കൊട്ടും മനസ്സില്ല മുഷിപ്പ് തന്നെ. അപ്പം ഇങ്ങനെയുള്ള പാട്ടുകളാണ് ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പഠിച്ചതും. അത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചതാണ് ഈ പാട്ടുകൾ. ഇവരുള്ള ഈ ഞങ്ങളുടെ ഹരിജൻസുകളും മുസൽമാനുമുള്ള പാട്ടുകൾ അത് കേട്ട് പഠിച്ചതാണ്. എൻ്റെ ഉമ്മ ഗ്രാമഫോൺ റെക്കോർഡ് പാടിപ്പിച്ചിരിക്കുന്ന ആളാണ്. അത് ഹിന്ദിയാണ്. അപ്പം അതിൽ പാടിയിരുന്നത് ടുക്കിരാക്കി മുझे जाने वाले दूने अरमानों की दुनिया लूट ली, मुस्कुराने भी न पाई दी तमन्ना लूट ली, हाय दुनिया लूट ली, ओ जाने वाले. ഇതൊക്കെ എൻ്റെ ഉമ്മയുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ നിന്ന് പഠിച്ച പാട്ടാണ്. അപ്പം ഉമ്മ ഒരു കലാകാരിയാണ്. പാടുമായിരുന്നു. ഒരു മനസ്സിൻ്റെ
ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് കണ്ട് ഒരു കര നെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ ഉമ്മ. അതുകൊണ്ടാണ് ഞങ്ങൾ മക്കളൊക്കെ അതിലും ഞങ്ങൾക്കിപ്പം പറയുകയാണെങ്കിൽ ഒരു അനുജത്തിക്ക് ഒന്നും അറിയില്ല. അവർക്കൊന്നും പാടാനും അഭിനയിക്കാനും അതൊന്നും പറയില്ല. അവർ വെറുതെ അറിഞ്ഞു നടക്കും. മറ്റത് വേറെ എൻ്റെ നേരെ താഴെ അതിൻ്റെയും താഴെയുള്ളവൾ നന്നായിട്ട് പാടും, നന്നായിട്ട് പിന്നെ ഡ്രാമയിൽ അഭിനയിക്കും. അത് നല്ല അങ്ങനെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ജ്യേഷ്ഠൻ മാനു മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഒരു കൃതികൾ സ്വന്തമായിട്ട് സിനിമ നാടകം ഒക്കെ എഴുതിങ്ങാണ്ട് കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതില് പാടത്തൊക്കെ പോയിട്ട് നാടകം കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് നാടകം കളിച്ചിരുന്നു. വീട്ടിലെ ജ്യേഷ്ഠനും അനിയത്തിമാരും ഒക്കെ ചേർന്നിട്ട് കളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ടാണ് സിനിമയിലേക്ക് എന്നെ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പം അവിടെ ചെന്നപ്പോൾ അതിന് മാറ്റമുണ്ട്. സിനിമ വേറെ, നാടകം നമ്മൾ സ്റ്റേജ് കളിക്കുന്നതാണ്, അത് വേറെ. അപ്പോൾ അതിലും നമ്മൾ വിജയിച്ചു. അങ്ങനെ ഒരുപാട് സിനിമ, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു 10-100 സിനിമകളൊക്കെ ഉണ്ട്. അത്ര അധികം സിനിമകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് പുതിയ പുതിയ ആളുകളൊക്കെ വന്നപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകളെ ഒരു വേണ്ടാത്ത ഒക്കെ വയസ്സായി, ഇതൊക്കെ ഇപ്പം ചെറുപ്പക്കാർ വരട്ടെ, ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മളുടെ കല പോയി. അതാണ് ഞാൻ പിന്നെ ഒന്ന് ഒരു സ്വസ്ഥമായിരുന്നത്. പക്ഷെ എന്നാലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ പാടും, ഞാൻ കുട്ടികളോട് തമാശ പറയും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തമാശയേ ഉള്ളൂ. എല്ലാവരും തമാശയിലെ വർത്തമാനം പറയുള്ളൂ, അല്ലാതെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളില്ല. സീരിയസ് ആയിട്ട് വരുമ്പോൾ അത് ഒന്നിങ്ങടെ ചൂടായാലും അപ്പം തന്നെ ചിരിക്കും. അങ്ങനെയുള്ള ഒരു അപ്പം ആ കാലഘട്ടത്തിൽ ഉമ്മ ഇപ്പം മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ, സാധാരണ മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന സമയത്ത് നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മുടെ പള്ളികളിൽ നിന്ന് വിലക്കുണ്ടാവില്ലേ ഇല്ലേ? അങ്ങനത്തെ അനുഭവം വീട്ടുകാരെ പള്ളിയിൽ കയറ്റാതാക്കുക, അത് എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആര് വന്നാലും ഒപ്പം വിടും. പക്ഷേ എനിക്ക് അതിനേക്കാൾ വിശ്വാസമാണ് മറ്റുള്ള ആളുകളെ. എന്നെ അനാവശ്യമായി എൻ്റെ ദേഹത്തിൽ തൊട്ടാൽ അപ്പം എൻ്റെ മുഖത്തായി മാറും. കാരണം ഞാൻ ജനിച്ചത് അങ്ങനെയായിപ്പോയി, റിച്ച് ഫാമിലിയിലായി ജനിച്ച് പോയി. അപ്പം ആ ഒരു ഇത് നമ്മൾക്ക് എന്താണെങ്കിലും അതുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അങ്ങനെ വഴിതെറ്റേണ്ട ഒരു സാഹചര്യം ഇന്നോളം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന സ്ത്രീ. ഇപ്പം എനിക്ക് അഭിമാനം തോന്നുകയാണ് 2ാം പ്രാവശ്യം നിങ്ങൾ വിളിക്കുന്നു തന്നെ. എൻ്റെ അടുത്തൊരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഒരു ഗമ കാട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2ാം പ്രാവശ്യം എന്നെ വിളിക്കാൻ തോന്നൂല. ഞങ്ങൾ ഉമ്മയെ വിളിക്കുന്നത്, ഞങ്ങൾ ഇതൊരു നാടക സ്കൂളാണ്, നാടക പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഞങ്ങൾ നാടകക്കാരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നാടകത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും പ്രാധാന്യം തരുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂർ ആയിഷ എന്ന വ്യക്തി എവിടേക്ക് വീണ്ടും വിളിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളുടെ അവസാനം നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതില്ല. ഇല്ല, ഞാൻ കല എന്നാൽ നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ കല എന്താണ്, അതാണ് ചിന്താ വിഷയം അല്ലേ? ഇന്നത്തെ പുതിയ ജനറേഷൻ അവരിതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. അതാണ് ഇന്നത്തെ ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യവും നാടകത്തിൻ്റെ നൈതികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ 8 ദിവസം നടക്കുന്ന ഈ ആഘോഷവേളയിൽ നമ്മൾ സംസാരിക്കുന്നതും ഈ നാടകത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു നാടകത്തിൽ ഇപ്പോൾ ഇല്ലടാ ചത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് പോയി വിരലെടുക്കൂല. അത് ഇല്ലടാ ചത്തിട്ടില്ല, അത് പറയാനാണ് ഞാനിവിടെ വന്നത്.
പിന്നെ നടക്കുള്ളൂ. ഉം. അതാണ് കല. കല. ഉമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും അത് കിടക്കുവാണല്ലേ, എത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഈ 90 ഇപ്പോഴും വയസ്സിലും. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ ഉം. നിങ്ങളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ തോന്നും എനിക്ക്. അതെ 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 അതെ, ഞാനും കേട്ട് വളർന്നിട്ടുള്ളത്, ഞാനും ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ പക്ഷേ എൻ്റെ വീട്ടിൽ ഇത്തരം തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ നാട്ടുകാർക്കറിയില്ല ഞാൻ എന്താ പഠിക്കാൻ പോയെന്ന്. അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ ഉമ്മ ഈ ഈ നാടകത്തിൽ 50കളിൽ വന്ന മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയും അക്കാഡമിക്സിൽ കേരളത്തിൽ ഞാനാണ് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്ന വ്യക്തിയുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. അക്കാഡമിക്സിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു നാടക അധ്യാപികയും നാടക വിദ്യാർത്ഥിയും ഞാനാണ്. ഇപ്പൊ നാടകങ്ങൾ എന്തെങ്കിലും അറിയാം? ഞാൻ നാടകങ്ങൾ സംവിധാനം ചെയ്യാറുണ്ട്. അഭിനയം കുറെ കാലമായിട്ട് കുറവാണ്, അതിനുള്ള അവസരം കിട്ടുന്നില്ല. പഠിപ്പിക്കൽ മാത്രമായി ഒതുങ്ങി പോകുന്നത് കാരണം. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമല്ല. അതാ അതാ മറ്റുള്ള കുട്ടികൾ അത് ആ കഥാപാത്രമായി മാറുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ മനസ്സിൽ. അതെ അതെ, ഉമ്മയെ പോലുള്ള വ്യക്തികളാണ് ഞങ്ങളുടെയൊക്കെ ഊർജം. എൻ്റെ കുട്ടികൾ അത് ഞാൻ പറഞ്ഞു കൊടുക്കുക, അതാ ചെയ്യുന്നത്. അതൊരു അഭിമാനമുള്ള കാര്യമാണ്. പിന്നെ അപ്പം ഉമ്മ ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിലുള്ള ഈ ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഓരോ സ്റ്റെപ്പും അവരുടെ കല. അത് ഞാനൊരു കലാകാരിയോടെ ഉണ്ടായിട്ടാണ്. പക്ഷേ എൻ്റെ അവിടേക്ക് കെട്ടിക്കൊണ്ട് വന്ന എൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യ, അവൾക്ക് ഒരു കലയില്ല. പക്ഷെ ഇല്ലെങ്കിലും ഓൾ ചിരിച്ചിരിക്കും, ചിരിച്ച് ആസ്വദിക്കും. പക്ഷേ ഈ കുട്ടികൾ അതല്ല. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷൻ കാട്ടിക്കാണ്ട് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ഉമ്മ നേരത്തെ പറഞ്ഞില്ലേ നാടകത്തിന് ഇപ്പം ഇവിടെ നാടകമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ഉമ്മ പ്രൊഫഷണൽ നാടകങ്ങളുടെയും കമേഴ്സ്യൽ നാടകങ്ങളുടെയും ഒരു തള്ളിക്കയറ്റം നിന്നിട്ടുണ്ട്. ഉമ്മ അഭിനയിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു. പക്ഷെ ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ നാടകം ഉണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സ്കൂളുകളിൽ നന്നായി നാടകത്തിന് ഭയങ്കര മത്സരം തന്നെയുണ്ട് കേരളത്തിൽ. ഈ യുവജനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് നാടകത്തിലാണ്, കുട്ടികളുടെ നാടകത്തിലാണ്. അപ്പം അതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. നാടകം പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, എങ്കിലും നാടകത്തിന് കൂടുതൽ പ്രാമുഖ്യം വന്നിട്ടുണ്ട് ഇന്ന്. അതുപോലെ തന്നെ ഇവിടെ സംഗീത നാടക അക്കാദമി നടത്തുന്ന ഇറ്റ്ഫോക്ക്, അതായത് അന്താരാഷ്ട്ര നാടകോത്സവം കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം യുവജനങ്ങളുടെ ഇടയിലും നാടകത്തിന് വളരെയധികം ഒരു പ്രാമുഖ്യം ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ പോലുള്ളവർക്ക് തോന്നുന്നത്. അല്ല, ഉണ്ട് 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 വന്നിട്ടുണ്ട് ഉണ്ട്, മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും നാടകം ഒരു പഠന വിഷയമായി ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. 1978 ഇവിടെ നാടകം പഠിപ്പിക്കാൻ ശങ്കരപ്പിള്ള സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇപ്പം കേരളത്തിൽ ഇത് കൂടാതെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടി നമുക്ക് കേരളത്തിൽ ഉണ്ട്. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലും നാടകം പഠിപ്പിക്കുന്നു. എനിക്ക് 14 വയസ്സിലാണ് ഞാൻ വരുന്നത് നാടകത്തിൽ. അത് തന്നെ എങ്ങനെ ഈ ഹരിജൻസിൻ്റെയും നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഹരിജൻസിൻ്റെ അത് കണ്ടിട്ട് അതൊരു കലയാണ് എന്നുള്ള ബോധമാണ് മനസ്സിൽ. അപ്പം അവരാ ചെയ്യുന്നത് അവരുടെ മനസ്സിലുള്ള കലയാണ്. അതാണ് ഞാൻ പഠിച്ചത്. അത് പഠിച്ചു വന്നതാണ്. അത് പഠിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ നാടകത്തിൽ, പിന്നെ നാടകത്തിൽ പല ജാതി വേഷങ്ങളും ഇല്ലേ, പല വേഷങ്ങളും. അത് ദേഷ്യം പിടിച്ചിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ തമാശ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ വൾഗർ പറയുന്നുണ്ട്. അങ്ങനെ പല ഭാഷയിലാണ് നമ്മൾ നാടകം കളിക്കുക. ഈ ജാതീയമായിട്ടുള്ളൊരു വേർതിരിവ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെ? ഇപ്പം ഹരിജൻസ് എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല, അതങ്ങനെ പറഞ്ഞൂടാ.
അത് നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? എന്താണ് പറഞ്ഞാൽ എന്താ? ഇപ്പത്തെ ഭാഷ എന്തിങ്ങനെയാണ്, എങ്ങനെ പറഞ്ഞേരി? അത് അങ്ങനെ നമ്മളിങ്ങനെ വേർതിരിച്ച് അവരൊരു ഇന്ന കമ്മ്യൂണിറ്റി ആണെന്നുള്ളത് നമ്മൾ അങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ ആവശ്യകത ഉണ്ടോയെന്ന് പണ്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അതൊക്കെ കടന്നു കഴിഞ്ഞില്ലേ? ഇല്ല 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 ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ കമ്മ്യൂണിസം തന്നെയാണ്. ഉം. അല്ലാത്ത ആളുകൾ കോൺഗ്രസ് ഉം. അല്ലെങ്കിൽ RSS, അത് അങ്ങനെയുള്ള ഒരു വിഭാഗം തന്നെ ഉണ്ട്. ഉം. ആ വിഭാഗം തന്നെ ഉണ്ട്. മനുഷ്യർ പിന്നെ ഇതിൽ നിന്ന് പോകുന്നവരുണ്ട്. ഉം. എവിടെ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിട്ടു പോകുന്നവരുണ്ട്. അവരാണ് ചവിട്ടി തേക്കുന്നത്. ഇതിനെ തെറ്റായ മാർഗമാണ് എന്ന് പറഞ്ഞ് ചവിട്ടി തേക്കുന്നത് അവരാണ്. ഉമ്മ പറയുന്നത് രാഷ്ട്രീയം പൊളിറ്റിക്സ് ആണ്. അപ്പോൾ പൊളിറ്റിക്സിലെ വിഭാഗങ്ങളെയാണ് ഉമ്മ മതമായി കാണുന്നത്. ആ ആ ആ ആ തീർച്ചയായിട്ടും. അല്ല, ഞാൻ കാണുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഹരിജൻസ് ഉം. മനുഷ്യരാണ് അവർ. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ആ. നമ്മൾ അങ്ങനെ അവർ വേർതിരിക്കാൻ പാടില്ല. മനുഷ്യരാണ്. അവരെ എന്തിനു നമ്മൾ മനുഷ്യരല്ലാതാക്കണം? ഉം. നമ്മൾ ഇവിടെ വാടാന്നല്ല പറയേണ്ടത്, അതെ അതെ. മോനെ ബാ, ഉം. അങ്ങനെയാണ് പറയേണ്ടത്. ഉം. ഇന്ന് നമ്മൾക്ക് നമ്മളെ കുട്ടികളോട് പറയാൻ പറ്റുമോ ദേഷ്യത്തിൽ? പറയരുതത്. പറയാനും പാടില്ല. ഉം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഇട്ടും. ഉമ്മ ഇപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഉമ്മക്ക് സ്കൂൾ ഓഫ് ഡ്രാമയുടെ എല്ലാ അഭിവാദ്യങ്ങളും അല്ല, നിങ്ങളിതിനെ ഏത് നിലക്കാണ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ തോന്നിയോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല അല്ല, ഇല്ല അത് ഉമ്മ. ശരി. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ കാസ്റ്റിനെ കുറിച്ച് പറയാന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇപ്പൊ അത് ഭയങ്കര ഞാൻ സെൻസിറ്റീവ് ആണ്. പറയുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണും. അതാണ് വേണ്ടത്. ആ. ഉമ്മ പറയുന്നത് എന്താണ് ശരിയാണ്. ഈ ജാതീയമായിട്ട് എന്താണുള്ളത്? അതാണ് വേണ്ടത്. എന്താണ് ഈ ജാതി? സ്ത്രീ പുരുഷൻ ജാതി, അതിനപ്പുറം എന്ത് ജാതി? നായര്, തീയര്, മാപ്പിള, കോപ്പിള ഇതൊക്കെ പറയുന്നത് നമ്മളെല്ലാം മനുഷ്യരാണ്. അത് മനുഷ്യരുണ്ടാക്കിയതാ അല്ലേ? ഉം. എന്നിട്ട് അതിന് വെടി, അടി, ഇടി, കുത്ത്, ചവിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾക്ക് ജീവിക്കാനൊരു സ്വാതന്ത്ര്യമല്ല എന്നാ വരുന്നത് അല്ലേ? സ്വതന്ത്ര ഭാരതം, അതാണ് വേണ്ടത്. സ്വാതന്ത്ര്യമുള്ള ഭാരതം. ഓക്കെ ഉമ്മ, നമസ്കാരം. ഉമ്മ വന്ന് ഞങ്ങളുടെ കൂടെ കൂടിയതിൽ നന്ദി. അല്ല, എന്തൊക്കെ തോന്നിയപ്പോൾ തൊട്ട്